വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒരുപാട് വേക്കൻസീസുമായി വരുന്നു എന്നുള്ളൊരു നല്ല വാർത്തയിലാണ് നമ്മൾ എല്ലാവരും. ആൻഡ് ആ വാർത്ത ഏകദേശം സത്യമാകും എന്ന ഒരു വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണം ഒരുപാട് ആസ്പിറൻസിന് ഇപ്പോഴും ഇങ്ങനെ ഒരു ജോബ് പൊസിഷനെ കുറിച്ചോ ഇതിന്റെ സാലറിയെ കുറിച്ചോ ഏജിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ എലിജിബിലിറ്റിയെ കുറിച്ചോ ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോ സൈലം ബാങ്കിങ് ടീം എന്തുകൊണ്ട് ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള 3 ടോപ്പിക്സും നമ്മുടെ ബാങ്ക് എക്സാം ടോപ്പിക് തന്നെയാണ്. റീസണിംഗ്, ക്വാണ്ടും, ഇംഗ്ലീഷും. എക്സ്ട്രാ വരുന്ന ആളെയും ആളിലുള്ള കുറച്ച് കണ്ടന്റും നമ്മൾ ഇന്നോട് നോക്കുന്നതായിരിക്കും. സോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടത് വരാൻ പോകുന്ന വേക്കൻസീസിന്റെ ഒരു ചെറിയ ഐഡിയ നമുക്ക് എത്തവണ ഉണ്ട്. ആൻഡ് അത് ഒന്നും രണ്ടും ഒന്നും അല്ല, 33,566 vacancies. Oh my god, that's a huge, really huge vacancy. And അത്രയും വേക്കൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾ നാശം അത്രയും പേർക്ക് ജോലി, അതായത് അത്രയും ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ഇത്തവണത്തെ ഈ പരീക്ഷ ഒരു കാരണവശാലും ഒരാൾ പോലും മിസ്സാക്കരുത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഇത് എക്സ്പെക്റ്റഡ് ആണ് എന്ന് പറയുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരാനുള്ള ചാൻസ് എടുത്തു കാണുന്നത് കൊണ്ടാണ് ഇപ്പൊ തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം, നിങ്ങൾ മറന്നു പോരുത്. അപ്പൊ എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്തോണം. സോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആദ്യം തന്നെ അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇത് നടന്ന ഓർഗനൈസേഷനും റിക്രൂട്ട്മെന്റ് നെയിമും പോസ്റ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI ആണ് ഇത് നടത്തുന്നത്. റിക്രൂട്ട്മെന്റ് FCI റിക്രൂട്ട്മെന്റ് 2026 കാറ്റഗറി 1, 2, 3, 4 4 കാറ്റഗറിയിലേക്കാണ് ഈ പോസ്റ്റ് ക്ഷണിച്ചിരിക്കുന്നത്. 33,566 എന്ന് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചമൊക്കെ വരുന്നുണ്ട്. അത്രയും വേക്കൻസി ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എക്സ്പെക്ടഡ് എന്ന് ഞാൻ എടുത്തു പറയുന്നുണ്ട്. ചിലപ്പോൾ ഇതിൽ കുറച്ച് കൂടാം, ചിലപ്പോൾ ഇതിൽ 1-2 വേക്കൻസി കുറയാം. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാൻ പറ്റും. ഓൺലൈൻ ആയിട്ടാണ് എക്സാം, ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈൻ ആയിട്ടാണ്. അതുപോലെ സെലക്ഷൻ പ്രോസസ്സും ഓൺലൈൻ CBT ആണ്. അതിന്റെ കൂടെ ഒരു ഇന്റർവ്യൂ കൂടെ ഉണ്ടാവും. ഒരു 800 രൂപ കൊടുത്ത് ഒരു പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ തിരിച്ചു പ്രതീക്ഷിക്കുന്നത് അത്യാവശ്യം നല്ല സാലറി അല്ലേ? ആൻഡ് ഇവിടുത്തെ സാലറി സ്ട്രക്ചർ നിങ്ങൾ നോക്കിയേ, 40,000 to 71,000. ചില്ലറ കാശൊന്നും അല്ല ഗ്രോസ് സാലറി. 71,000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 800 റുപ്പീസ് മുടക്കിയാൽ എന്താ, കയ്യിൽ മന്ത്ലി 71 വാങ്ങിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല. സോ സാലറി ഏകദേശം നമ്മൾ അറിഞ്ഞു. ഓൾ ഇന്ത്യ ജോബ് ലൊക്കേഷൻ ഉണ്ട്. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നമുക്ക് കേരളത്തിലേക്കും എന്തായാലും ഒരു 500+ ഓഫ് വേക്കൻസീസ് ഉറപ്പായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ FCI തരുന്നത്. fci.government.in എന്ന വെബ്സൈറ്റിലായിരിക്കും ഇതിന്റെ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ആവുക. നിങ്ങൾ വിഷമിക്കേണ്ട, നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ ഞാൻ നോട്ടിഫിക്കേഷൻ ഇവിടെ ഉണ്ടാവും. അടുത്ത ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. മേജർ പോസ്റ്റ് ഏതൊക്കെയാണ്? നമ്മൾ 4 കാറ്റഗറി പറഞ്ഞല്ലോ. അപ്പം പോസ്റ്റ് ചെയ്ത് നോക്കാം. മാനേജർ ജനറൽ, ഡിപ്പോർട്ട് മൂവ്മെന്റ്, അക്കൗണ്ട്സ് ആൻഡ് ടെക്നിക്കൽ, അസിസ്റ്റന്റ് ഗ്രേഡ് 3, ജൂനിയർ എഞ്ചിനീയർ, സ്റ്റെനോഗ്രാഫർ ആൻഡ് ടൈപ്പിസ്റ്റ്. ഇത്രയും പോസ്റ്റുകളാണ് ഈ ഒരു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് ഉള്ളിൽ വരുന്നത്. അതിലത്തേക്ക് ഏതിലൊക്കെയാണ് കൂടുതൽ വേക്കൻസീസ് ഉള്ളതെന്നും കാര്യം നമുക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റും. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മാനേജർ ഗ്രാജുവേറ്റ് വിത്ത് 60% മാർക്ക്, 60% മാർക്കുള്ള ഏതൊരു ഗ്രാജുവേറ്റിനും അപ്ലൈ ചെയ്യാം. എനി ഡിസിപ്ലിൻ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഏത് ഡിസിപ്ലിനും 60% മാർക്ക് ഉണ്ടാവണമെന്നേ ഉള്ളൂ. ദെൻ ടെക്നിക്കൽ ആണെങ്കിൽ BSc അഗ്രികൾച്ചർ ഓർ BTech ഫുഡ് സയൻസ് പഠിച്ചിട്ടുണ്ടാവണം. മാനേജർ അക്കൗണ്ട്സ് ആണെങ്കിൽ CA, ICWA, CS ഓർ BCom plus MBA ഫൈനാൻസ് വേണം. എഞ്ചിനീയറിംഗ് പോസ്റ്റുകളുണ്ട്. അതിൽ സിവിലോ ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. കണ്ടോ, അസിസ്റ്റന്റ് ഗ്രേഡ് 3ക്കും മാനേജർ ജനറൽ ഡിപ്പോർട്ട് മൂവ്മെന്റിനും നിങ്ങൾക്ക് എന്ത് മതി? ഗ്രാജുവേറ്റ് വിത്ത് 60% മാർക്ക് മതി. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും നോട്ടിഫിക്കേഷനിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയയിൽ തന്നെ ഈ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് സാധിക്കും. ദെൻ ഗോയിങ് ടു നെക്സ്റ്റ് പോസ്റ്റ്, ഏജ് ലിമിറ്റ്. മാനേജറിന് 28ഉം മാനേജർ ഹിന്ദിക്ക് 35 ആണ്. അപ്പൊ അതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പക്ഷേ ഏജ് റിലാക്സേഷൻ ഉണ്ടോ എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടെ ഞാൻ ഇവിടെ തരുന്നതാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് 3 വർഷം, SC STക്ക് 5 വർഷം, PWD up to 15 years, ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന് up to 50 ആണേ. സോ അത്രയും തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസും ഉറപ്പായിട്ട് നോട്ടിഫിക്കേഷനിൽ ഉണ്ടാവും. സോ ഇത് നിങ്ങളൊരു ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു എക്സാം വരുന്നുണ്ട്, അതിന് ഇത്രയും വേക്കൻസി ഉണ്ട്, ഇത്രയും ആണെന്ന് എനിക്ക് എഴുതാൻ പറ്റുമോ ഇല്ലയോ, ഏതൊക്കെ ടോപ്പിക് ആയിരിക്കും നമുക്ക് പഠിക്കേണ്ടി വരിക, ഏതൊക്കെ പൊസിഷൻസ് ഉണ്ട്, എത്ര രൂപ സാലറി കിട്ടും, ഇങ്ങനൊരു ഐഡിയ ഉണ്ടെങ്കിൽ വന്നാൽ പിന്നെ ഒന്നും ചിന്തിക്കാനല്ല, അപ്ലൈ ചെയ്തേക്കുക. അതാണ് നമ്മുടെ ഐഡിയ. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഫീ. ഞാൻ പറഞ്ഞില്ലേ, ഒരു 800 രൂപ മുടക്കിയാൽ ഒരു 71,000 രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ എനിക്ക് നഷ്ടം തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് നഷ്ടം തോന്നേണ്ട ആവശ്യമില്ല. ജനറൽ OBC ആൻഡ് EWS 800. ആൻഡ് ഏറ്റവും രസകരമായ കാര്യം, ഫീമെയിൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് SC ST PWDക്കും പൈസ അടയ്ക്കണ്ട, ഫ്രീ ഓഫ് കോസ്റ്റ് എക്സാം എഴുതാം.
ഇപ്പോ നമ്മുടെ മറ്റേ പ്രിയദർശിനി എന്താ പറയാ സ്കീം റൈറ്റ്, അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം ഓർഡിനറി ബസ്സിൽ എന്നിപ്പോ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് പൈസ കൊടുക്കണ്ട ഫീമെയിൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക്. സോ ദാറ്റ്സ് ഇസ് ഓൾസോ വെരി ബിഗ് തിങ്. കാരണം ഒരുപാട് വേക്കൻസി ഉണ്ട്, ഒരുപാട് പേർക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആൻഡ് 800 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയോ അല്ല, 71,000 കൈ കിട്ടുകയാണെങ്കിൽ അതും മറക്കണ്ട. നെക്സ്റ്റ് നമുക്ക് നോക്കാം പോസ്റ്റുകൾ, എക്സാം എങ്ങനെയാണെന്ന്. റിക്രൂട്ട്മെന്റ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് മാനേജർ പോസ്റ്റിന് ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് CBT phase 1 ആൻഡ് phase 2 ഉണ്ടാവും. ദെൻ ഇന്റർവ്യൂ, ദെൻ ട്രെയിനിങ്. ബാക്കിയുള്ള പോസ്റ്റുകൾക്ക് CBT ഉണ്ട്, സ്കിൽ ടെസ്റ്റ് ഉണ്ട് ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഓരോ സ്റ്റേജും ക്ലിയർ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാം. ഓക്കെ, ദെൻ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ടോപ്പിക്, എത്ര മാർക്ക്. അതാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എനിക്കറിയാം. കറക്റ്റ് ആൻസറിന് പോലെ തന്നെ ഇവിടെ എന്തുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 0.25 ആണ് റോങ് ആൻസറിന്. അൺഅറ്റംപ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നെഗറ്റീവ് മാർക്കില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ചോദ്യം 25 മാർക്ക് 15 മിനിറ്റ്. റീസണിംഗ് എബിലിറ്റി 25 ചോദ്യം 25 മാർക്ക് 15 മിനിറ്റ്. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 ചോദ്യം 25 മാർക്ക് 15 മിനിറ്റ്. ജനറൽ സ്റ്റഡീസ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക് 15 മിനിറ്റ്. അപ്പം അവിടെ എന്താ ഒന്ന് പതുക്കെ പറഞ്ഞത്, കാരണം നമുക്ക് ബാങ്ക് എക്സാമിൽ ഇല്ലാതെ എക്സ്ട്രാ ഒരാൾ ആര് മാത്രമാണ് ഇവിടെ വന്നേക്കുന്നത്, ജനറൽ സ്റ്റഡീസ്. ടോട്ടൽ 100 ചോദ്യങ്ങൾ വരും, 100 മാർക്കാണ്, 60 മിനിറ്റ്. സെക്ഷണൽ ടൈമിംഗ് ഉണ്ടോ? ഉണ്ട്. നൗ നമുക്കിനി സാലറി, നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ഓഫ് ദിസ് എൻറ്റയർ വീഡിയോ, എന്റെ ഫേവറേറ്റ് പാർട്ട്. ബേസിക് പേ 40,000 ട്രെയിനിങ് സമയം മുതൽ, ഗ്രോസ് സാലറി 71 പെർ മന്ത്. ആൻഡ് അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് ഡിയർനസ് അലവൻസ് ഉണ്ട്, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്, മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്, ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്. അയ്യോ എനിക്ക് വയ്യ, ജോലി ചെയ്താൽ മതി, ശമ്പളം മേടിച്ചാൽ മതി എന്നൊരു നമുക്കൊരു എന്താ പറയുക, ഒരു സന്തോഷം തരുന്നൊരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഇത് ഉറപ്പായിട്ടും. ദെൻ ഗോയിങ് ഫോർവേഡ് നമുക്കറിയാം ഇതിന് ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരിക്കുന്നത് സിലബസ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഞാൻ വളരെ ഷോർട്ട് ആക്കിയിട്ടോ പറഞ്ഞേക്കണേ, ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷനിൽ കാണാൻ പറ്റും. റീഡിംഗ് കോംപ്രഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, എറർ ഡിറ്റക്ഷൻ, വൊക്കാബുലറി, സെന്റൻസ് റീഅറേഞ്ച്മെന്റ് ഓഫ് കോഴ്സ് നമ്മൾ ബാങ്ക് എക്സാംസിന് പഠിക്കുന്നതാണ്. പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, കോഡിംഗ്, ഡീകോഡിംഗ്, സിലോജിസം, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ സെൻസ് അഗെയിൻ നമ്മൾ പഠിക്കുന്നതാണ്. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ പ്രൊപ്പോർഷൻ, അത് നമ്മൾ ക്വാണ്ടിൽ പഠിക്കുന്നതാണ്. ആൻഡ് എക്സ്ട്രാ വരുന്നത് ജനറൽ സ്റ്റഡീസ് ആണ്. അതിൽ കറന്റ് അഫയേഴ്സ്, ഇന്ത്യൻ എക്കോണമി, ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി, ജനറൽ സയൻസ്. ഇതിൽ കറന്റ് അഫയേഴ്സ് നമ്മൾ ബാങ്കിൽ മെയിൻസിന് പഠിക്കുന്നുണ്ട്. ബാക്കി 3 പേരെയും കൂടെ നിങ്ങളൊന്ന് നോക്കി പഠിച്ച് റെഡിയാക്കാൻ സെറ്റ് ആണെങ്കിൽ ഈ പരീക്ഷ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാം. അപ്പോ ഹ്യൂജ് വേക്കൻസിയുമായിട്ട് വരുന്ന ഈ നോട്ടിഫിക്കേഷനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. നിങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുക. നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസം തന്നെ അറിയാനും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാനും നിങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുണ്ട്. സോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.